വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിപ്പോൾ ഇവിടെ ട്യൂസ്ഡേ ആണ്. ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ എവിടെയായി ഒരുങ്ങി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നിപ്പോൾ പോകുന്നത്. ദുബൈയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും എവിടേക്കാണ് പോകുന്നതെന്നും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാം. പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, UAE-യിലുള്ളവർക്ക് പോകാനും പറ്റും. അപ്പം നേരെ നമുക്ക് എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകാം. ഒട്ടും വൈകിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഇറങ്ങി നേരെ സെൻട്രൽ പോയിൻറ്റ് മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഈ പ്രാവശ്യം മെട്രോയിലാണ് കേട്ടോ പോയത്. വേറെ കാരണമൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ് ഫുൾ ടൈം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുറേ ലോങ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പിള്ളേരെയും ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെട്രോ തന്നെ ചൂസ് ചെയ്തു. ഞങ്ങൾ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കയറുമ്പോൾ തിരക്കുണ്ടായില്ല, ഒരുപാട് സീറ്റ് ഉണ്ടായി. നമുക്കെല്ലാവർക്കും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കാനും പറ്റി. പിന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിങ്ങനെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക്. സാധാരണ ഇവർ മെട്രോയിൽ അങ്ങനെ പോകാറില്ലല്ലോ, ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇവർക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ മോൾ ഓഫ് ദി എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ പോകുന്നതും എമിറേറ്റ്സ് മോളിനകത്ത് തന്നെയാണ്. അപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈവൻ ഞങ്ങളും എക്സൈറ്റഡ് ആണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം സ്കീ ദുബായ് സ്നോ പാർക്കാണ്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം എന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് ഈസിലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അവിടെ കപ്പ്, ചെറിയ മഗ്ഗുകൾ, പിന്നെ അതുപോലെ തന്നെ കീ ചെയിൻ, ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫ്ലീസൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫ്ലീസ് തരും. കുറച്ചും കൂടി വാം ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 35 ദിറംസ് കൊടുത്താൽ അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അവിടെ ഒരു സ്വിങ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിള്ളേർ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തതുകൊണ്ട് അവർ നമ്മുടെ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കിതിനകത്ത് പെൻഗ്വിൻ എൻകൗണ്ടർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പെൻഗ്വിൻ എൻകൗണ്ടറിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിച്ചില്ല. അവർ തന്നെ ഫോട്ടോസ് എടുത്ത് തരും. പക്ഷേ അത് കുറച്ച് പ്രൈസി ആയതുകൊണ്ട് അവർ ഫോട്ടോ വാങ്ങണം എന്ന് ഞങ്ങൾക്ക് തോന്നാത്തതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല. പക്ഷേ ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോകുന്നവർക്ക്. എന്താ പറയുക, നമുക്ക് പെൻഗ്വിനെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി വേറൊരു സ്ഥലത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ചെറിയ കുട്ടികളെ പോലെ അവിടെ നിന്ന് ഈ സ്നോ വാരി ഇങ്ങനെ ബോൾ ഉണ്ടാക്കുക, എറിഞ്ഞ് കളിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ ഒരു ഫൺ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലൊരു സ്ലൈഡ് ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് സ്കെയറി ആയിരിക്കും. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് ഉരുണ്ട് താഴെ പോകും. എന്നാലും എന്താ പറയുന്നത്, നല്ലൊരു ആക്ടിവിറ്റി തന്നെയായിരുന്നു അതൊക്കെ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നത് സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഒറ്റ ടൈം പോവാം. ഇപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സ് പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് ഡയറക്റ്റ് സൈറ്റിലും കോബോണിലും ഗ്രൂപ്പോണിലും ഒക്കെ അവൈലബിൾ ആണ്. സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. വേറെ ഏതൊക്കെ സൈറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൊടുത്തേക്കാം. നമ്മൾ ഏത് പാക്കേജാണ് എടുത്തത്. നമ്മുടെ പാക്കേജിൽ ഒരു മീൽ ഇൻക്ലൂഡഡ് ആണ്. ഈ സ്നോ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ 3 കഫേസ് ഉണ്ട്. അവിടുന്ന് നമുക്കൊരു മീൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ എക്സ്ട്രാ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു. ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് പ്രൈസിയാണ്. പക്ഷേ എന്താ പറയുന്നത്, അതും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ കുടിച്ചിട്ട് ആ കപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും. ഡ്രിങ്ക് ആൻഡ് ഈറ്റ് ഇറ്റ് എന്നാണ് അവർ പറയുന്നത് അതിനെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ആക്ടിവിറ്റീസ് നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലേക്ക് പോകുന്നത്. ഈ റൈറ്റ് സൈഡിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ആക്ടിവിറ്റീസ് ഉണ്ട്. പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. കാരണം പിള്ളേർ സ്ലൈഡിലൊക്കെ പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ടും അത് എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെടും. അത് ഉറപ്പാണ് ആ കാര്യത്തിൽ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെയർ ലിഫ്റ്റിലേക്കാണ്. ഒരുപാട് വീഡിയോസിൽ
ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, പല രാജ്യങ്ങളിൽ പോയി ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ടേ മനസ്സിലുള്ളൊരാഗ്രഹമാണ് അത് നമുക്ക് ചെയ്യണം, അതിലൊരിക്കലെങ്കിലും കയറണം എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ, ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ഒരു എമൗണ്ട് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ ഒരു തവണ കണ്ടു, അത് മതി, ഇനഫാണത്. ഇപ്പം ഞങ്ങൾ എടുത്തതും ഇതിൻ്റെ പാക്കേജുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രൈസ് ലെവലിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ പിന്നെ ആവട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ച് വെക്കലാണ് പതിവ്. ഇത് നമ്മളൊരു യൂറോപ്പ് കൺട്രിയിൽ പോയിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. പിന്നെ ഈ ഒരു ഏരിയയിൽ സ്കീയിങ് അറിയാവുന്നവർക്ക് സ്കീയിങ് ചെയ്യാൻ പറ്റും. ഇനി ഈ പാക്കേജിൽ നമുക്ക് സ്കീയിങ് ഉണ്ട്, അതങ്ങനെ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഇവരൊരു ഹാഫ് അവർ ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്കീയിങ് ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ സ്കീയിങ് അറിയാവുന്ന ഒരു അറ്റ്ലീസ്റ്റ് ലെവൽ 2 ഉള്ളവർക്ക് മാത്രമേ ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരത് അലൗ ചെയ്യില്ല. അപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പം അവിടെയും ആ ഒരു റൂഫ് ടോപ്പിലും ഒരു കാഫേ ഉണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിലും നമുക്കത് കഴിക്കാവുന്നതാണ്. പിന്നെന്താ, ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് -4 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. പെൻഗ്വിനെ കാണുന്നിടത്ത് നമുക്ക് -7 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫ്ലേസിൽ നമുക്ക് പറ്റില്ല. മീൻസ് ഗ്ലൗസ് ഇട്ടാൽ ഇത് പറ്റില്ല. എസ്പെഷ്യലി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക, എക്സ്ട്രാ വാം ഗ്ലൗസ് വാങ്ങിയിട്ട് തന്നെ ഉള്ളിലേക്ക് കയറുക. പിന്നെ ഈ ഒരു ബോൾ, ഇതിൻ്റെ പേരും ഞാൻ ആക്ച്വലി മറന്നുപോയി. ഇതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിലിങ്ങനെ റോൾ ചെയ്ത് താഴെ എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു വഴിയായിട്ടുണ്ടാകും. ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ, ഈവൻ എനിക്ക് തോന്നുന്നു നാട്ടിലും എവിടേക്കോ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പെൻഗ്വിൻ എൻകൗണ്ടർ എടുക്കാത്തവർക്ക് 4 മണിക്ക് ഇതുപോലെ പെൻഗ്വിൻ മാർച്ച് കാണാൻ സാധിക്കും. ഇത് നമുക്ക് നിയർ ബൈ കാണാൻ പറ്റും, അടുത്ത് പോയി തൊടാനോ ഒന്നും പറ്റില്ല. ഈ ഒരു മോളിൽ തന്നെ, ഈ മോളിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇങ്ങനൊരു സ്നോ പാർക്ക് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇങ്ങനെ ഇതിൻ്റെ മോളിൽ ഈ ഒരു ഫുള്ളി ചൂടായിട്ടുള്ളൊരു രാജ്യത്ത് തന്നെ ഈ ഒരു മോളിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇത് സെറ്റ് ചെയ്ത് കാണുമ്പം നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു എന്തായിരിക്കും അതിൻ്റെ എന്നുള്ളത് എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. അപ്പം ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ദൂരെ മാറി നിന്ന് പെൻഗ്വിനിലേക്ക് നമുക്ക് സെൽഫി പോലൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് നമ്മളൊരു ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നോ? ഇനി വരുമോ? ആ ഒരു ഉറപ്പാണോ? അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചതാണ്. പിന്നെ മെട്രോയിൽ കയറി അപ്പം തന്നെ അവർ നല്ല ഉറക്കമായി. പിള്ളേർ എൻജോയ് ചെയ്തു, ഞങ്ങൾ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്തു. നല്ലൊരു ദിവസം തന്നെയായിരുന്നു.